തുടർച്ചയായ മൂന്നാം തവണയും തെരഞ്ഞെടുത്ത ശേഷം എൻ.ഡി.എ സർക്കാരിന്റെ ആദ്യത്തെ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് നാളെ അവതരിപ്പിക്കും. ബജറ്റിന് ഒരു ദിവസം മുമ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് സാമ്പത്തിക സർവേ 2023-24 അവതരിപ്പിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വിശദമായ അവലോകനം നൽകുന്ന ഒരു നിർണായക രേഖയാണ് സാമ്പത്തിക സർവേ. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം സാമ്പത്തിക കാര്യ വകുപ്പിന്റെ സാമ്പത്തിക വിഭാഗമാണ് ഇത് തയ്യാറാക്കിയത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രകടനം, പ്രധാന വികസന പരിപാടികൾ, നയസംരംഭങ്ങൾ എന്നിവയുടെ സമഗ്രമായ ഒരു സംഗ്രഹം സാമ്പത്തിക സർവേ വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് 1959-നും 1963-നും ഇടയിൽ 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലാണ്. എന്നാൽ ഇതുവരെ അദ്ദേഹം ആകെ 10 ബജറ്റുകൾ അവതരിപ്പിച്ചു. ഈ നേട്ടം ഇനിയും മറികടക്കാനുണ്ട്. മൊറാർജി ദേശായി തന്റെ ആദ്യ ബജറ്റ് 1959-ൽ അവതരിപ്പിക്കുകയും 5 വർഷം തുടർച്ചയായി 5 സമ്പൂർണ്ണ ബജറ്റുകളും 1959-നും 63-നും ഇടയിൽ ഒരു ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചു. 4 വർഷത്തിനു ശേഷം 67-ൽ അദ്ദേഹം മറ്റൊരു ഇടക്കാല ബജറ്റും 67, 68, 69-ൽ 3 സമ്പൂർണ്ണ ബജറ്റുകളും അവതരിപ്പിച്ചു. മൊത്തം 10 ബജറ്റുകൾ. 9 തവണ ബജറ്റ് അവതരിപ്പിച്ച മുൻ ധനമന്ത്രി പി ചിദംബരമാണ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചവരിൽ രണ്ടാം സ്ഥാനത്ത്. 97-ൽ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്താണ് ചിദംബരം ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. 2004 മുതൽ 2014 വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് സർക്കാരുകളുടെ കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന 3 വർഷത്തെ കാലയളവൊഴികെ അദ്ദേഹം നിരവധി തവണ ബജറ്റ് അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ധനമന്ത്രിയായിരിക്കെ 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ബജറ്റ് അവതരണമാണിത്. 82-ൽ മുഖർജിയാണ് ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. സമ്മേളന തലേന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്കോ കഴിഞ്ഞ 10 വർഷത്തിനിടെ ബി.ജെ.പിക്കോ പരിചിതമല്ലാത്ത വിധം ഘടകകക്ഷികളിൽ നിന്ന് വിവിധ ആവശ്യങ്ങളുടെ രൂപത്തിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും സർക്കാരിന്റെ സമീപനത്തിൽ സമൂല മാറ്റമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളി തന്നെയാണ്. നാളെയാണ് ബജറ്റ് അവതരണം. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ വായിച്ചത്. നീറ്റ്, ചോദ്യചോർച്ച, റെയിൽവേ സുരക്ഷ എന്നീ വിഷയങ്ങളിലും സർക്കാരിനെ മുൾമുനയിൽ നിർത്താനായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. കാൻവാൻ തീർത്ഥയാത്രാ വഴികളിലെ കടകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവിനെതിരെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. ഇന്ന് ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്ത് നിന്ന് ബി.ജെ.പി നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു.